ടി മീറ്റിങ്ങിന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ ഉണ്ടാക്കാതെ കല്യാണം കഴിക്കാതെ. ഞാൻ ഇതാ ഈ നാറിയുന്ന PT മീറ്റിംഗ് വന്ന് കണ്ട് ടീച്ചർമാരായിരിക്കും നോത്ത് ഞാൻ കേട്ടു. ഇന്ന് ഞങ്ങൾ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, ഒരാൾക്ക് കോളേജിൽ എല്ലാ സ്റ്റുഡൻസിനേക്കാളും അറ്റൻഡൻസ് കൂടുതലുള്ളത് കൊണ്ടും സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ കൃത്യമായി കോളേജിലേക്ക് പോകുന്നത് കൊണ്ടും പ്രിൻസിപ്പൾ അവൻ്റെ ഗാർഡിയനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാൻ പോകുന്നതാണ് ഞങ്ങൾ. ട്രെയിനിൽ ഞങ്ങൾക്ക് കോഴിക്കോട് എത്തുന്നവരെ ഒരു ഉമ്മാമ്മയെ കിട്ടി. അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അവരുടെ പ്രധാന കംപ്ലൈൻറ്റ് ഇപ്പം പരസ്പരം ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും ഫോണും നോക്കി ഇരിപ്പാണെന്നൊക്കെയായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റിക്കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അടുത്ത ഉദ്ദേശം പാരകളിൽ പോയി നല്ല ചിക്കൻ ബിരിയാണി തിന്നാനായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളി വന്നിരുന്നു. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് വന്നാൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന മെയിൻ ഫുഡ് സ്പോട്ട് ഇതാണത്രേ. എന്നാൽ പിന്നെ കഴിച്ചു നോക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. നമ്മളെ തലശ്ശേരി ബിരിയാണിക്കാൾ കോഴിക്കോട് ബിരിയാണിക്ക് എന്താ ഇത്ര ടേസ്റ്റ് കൂടുതൽ എന്നറിയണമല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബിരിയാണി വന്നു. പറഞ്ഞു കേട്ടതുപോലെ തന്നെ ബിരിയാണി അടിപൊളിയായിരുന്നു. തലശ്ശേരി ബിരിയാണിയേക്കാൾ അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പാരഗൺ ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും കഴിച്ചിട്ടുള്ള നിങ്ങൾ പറയാം. 2 ജ്യൂസും കൂടെ കുടിച്ച് ഞങ്ങൾ ആ പരിപാടി അവസാനിപ്പിച്ചു. ഇനി നേരെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഇതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ കോളേജ്. ആ വരുന്നതാണ് കഥാനായകൻ അബിൻ PP. ചിരിയൊക്കെ കണ്ടാൽ തോന്നും എന്തോ വലിയ കാര്യം ചെയ്തുള്ള നിൽപ്പാണെന്ന്. പ്രിൻസിപ്പളിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാനുള്ള വരവാണത്. ക്ലാസ്സിൽ വരുന്നുമില്ല. അതുകൂടാണ്ട് അറ്റൻഡൻസ് ഷോർട്ടേജായിട്ട് ലീവ് എടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് അതിനും വന്നില്ല. പിന്നെ അനക്ക് സാറായിരിക്കുന്നു മൊത്തം കേട്ട്. ഞാൻ അനക്ക് പിന്നെ PT മീറ്റിങ്ങിന് പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ ഉണ്ടാക്കാതെ കല്യാണം കഴിക്കാതെ. ഞാൻ ഇതാ ഈ നാറിയുന്ന PT മീറ്റിംഗ് വന്ന് കണ്ട് ടീച്ചർമാരായിരിക്കും നോത്ത് ഞാൻ കേട്ടു. അങ്ങനെ ഞങ്ങൾ വന്ന പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി. ഇതായിരുന്നു 1ാമത്തെ അധ്യായം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കോഴിക്കോട് വന്നതെന്നല്ലേ. അതെ, 2ാമത്തെ ആവശ്യം എന്താണെന്ന് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ നിങ്ങളോട് പറയാം.